പപ്പായ്ക്ക, കപ്പ, പയർ. അപ്പം പയർ വേവിച്ച് വെള്ളം വറ്റിച്ചെടുത്തതാണ്. ഇതിൽ പപ്പയ്ക്കയും കപ്പയും കൂടെ വേവിച്ച് അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞതാണ്. അപ്പോൾ ഇത് മൂന്നും കൂടെ വേവിച്ച് ഞാനൊരു ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. അതിനൊരു അരപ്പ് തയ്യാറാക്കണം. അതിന് തേങ്ങ, മഞ്ഞൾപ്പൊടി, കൊച്ചുള്ളി, ജീരകം, മുളക് പൊടി ഇത്ര ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഇട്ട് ഇതൊരു കറിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്ത് കറിയെന്ന് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. നല്ലൊരു എരിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഒരു കൂട്ടുകറി. ഇത് മൂന്നും കൂടെ ആകുമ്പോൾ ഒരു എരിശ്ശേരിയാണ് ആവണം. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പറയുന്നത് കേട്ടല്ല, അറപ്പിന് ശരിയാക്കാൻ പറ്റുന്നത് തെറ്റിപ്പോയതാണ്, ക്ഷമിക്കണം. ഇതൊക്കെ ഒരുപാട് തെറ്റുകൾ വരും. പക്ഷെ നമ്മളതെല്ലാം കട്ട് ചെയ്ത് കളയണം. ഇനിയിപ്പോൾ ഞാൻ കട്ട് ചെയ്യാൻ നിൽക്കുന്നില്ല, അതൊക്കെ അങ്ങ് കിടന്നോട്ടെന്ന് വിചാരിച്ച്. അപ്പോൾ അതൊന്ന് ശരിയാക്കാം. പിന്നെ ഇന്നത്തെ കറിക്ക് അതാണ്. മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതല്ല മെയിനായിട്ട്, ഇന്ന് ഇതാണ് മെയിനായിട്ട് കേട്ടോ. അപ്പോൾ ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ കറികൾ വയ്ക്കണമല്ലോ. അപ്പം കിട്ടുമ്പോൾ ഞാൻ വയ്ക്കും, ഇല്ലെങ്കിൽ ഒന്നുമില്ല, ഇല്ലെങ്കിൽ ചമ്മന്തി, അതൊക്കെ തന്നെയാണ് കറി. പിന്നെ ഇന്ന് ശരിയാക്കട്ടെ കേട്ടോ. അരച്ച് വെച്ച അരപ്പൊക്കെ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇച്ചിരി ജാറ് കഴുകിയ വെള്ളം എന്തൊട്ട് ഒഴിക്കാം ഗൈസ്. തീ കുറച്ച് വെച്ചിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ അരപ്പ് അരച്ചപ്പോഴത്തേക്ക് ഞാൻ ഉപ്പ് അതിൽ ചേർത്തിട്ടുണ്ട്. പക്ഷേ പുറത്ത് നല്ല കളറാണ്, അകത്ത് മഞ്ഞ ഇളം കളറിൽ. ഇച്ചിരി കൂടെ വെള്ളമൊക്കെ ഒഴിച്ച് എരിശ്ശേരി എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എരിശ്ശേരി ആയിട്ട് എടുക്കണം. മൂടി വെച്ചിട്ട് അരപ്പ് നല്ല വേഗിട്ട് കേട്ടോ ഗൈസ്. ഇച്ചിരി ഞാൻ വെളുത്തുള്ളിയൊക്കെ ചതച്ച് ചേർത്തിട്ടുണ്ട്. ഉപ്പ് നോക്കി ഉപ്പൊക്കെ കറക്റ്റായിട്ട് ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിൽ കടുക് പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. ഇത് കഞ്ഞിക്കൊക്കെ നല്ലതാണ്. പക്ഷേ ചേമ്പും കിഴങ്ങും ചേനയും കാച്ചിലൊക്കെ ഇട്ടാൽ കഞ്ഞിക്ക് നല്ലതാണ്. പക്ഷേ ഇത് നമ്മൾ ചോറിനായിട്ട് എടുക്കണേ. നല്ല അടിപൊളി ടേസ്റ്റിയാണ്. ഇതിൽ നല്ല കളറുണ്ട്, ഇതിൽ കളറില്ല. കടുക് പൊട്ടിക്കാനായിട്ട് ഞാൻ കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇച്ചിരി ഉഴുന്നെടുത്തിട്ടുണ്ട്. ഉഴുന്നിടുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇച്ചിരി കറിവേപ്പില, വറ്റൽ മുളകും ഉണ്ടായിരുന്നു, അത് ചീത്തയായിപ്പോയി. അപ്പം ഞാൻ സുഖമില്ലാതെ കിടന്നുകൊണ്ടിട്ട് ആ പിള്ളേർ അതൊന്നും നോക്കത്തില്ലായിരുന്നു പൈസ. അപ്പോൾ അത് മൊത്തം ചീത്തയായിപ്പോയി. കട്ടി വെച്ച് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഞാൻ തന്നെ നോക്കാം, ഇനി നിർബന്ധിച്ച് നോക്കിക്കണില്ല. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരും. ബൈ.